ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈഡിൽ പ്ലീറ്റ് വരുന്ന ഒരു മോഡൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.25 മീറ്ററാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടോപ്പിനും സ്ലീവിനും ലെങ്ത് വേണ്ടത് അതനുസരിച്ച് മെറ്റീരിയൽ എടുക്കണം. ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയലും കൂടുതൽ എടുക്കണം. ലെങ്ത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മെറ്റീരിയലും കുറച്ചെടുത്താൽ മതി. ആദ്യം നമുക്ക് ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമുക്ക് ടോപ്പിന് ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 42 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്തു. അത് പോയിട്ട് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ചും കൂടെ അധികമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ക്ലോത്ത് ഇതുപോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ പീസ് വെച്ചിട്ട് ഒരു പീസും കൂടെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കുമായിട്ടാണ് കറക്റ്റ് സെയിം അളവിൽ തന്നെ 2 പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കി അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ എനിക്കിവിടെ 6.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ആംഹോളിൻ്റെ ലെങ്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് 1 ഇഞ്ചും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് നമ്മുടെ സെൻറ്ററിലൂടെ 1/2 ഇഞ്ചിൻ്റെ ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 ഇഞ്ചും കൂടെ അധികമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആംഹോളിൻ്റെ അവിടുത്തെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുഴിച്ച് ആംഹോൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് വരെ എത്രയാണോ ലെങ്ത് അത് മാർക്ക് ചെയ്യണം. മുകളിൽ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അതുകൊണ്ട് ഞാനിവിടെ 14 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 14.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ വിട്ത് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 9 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും അത് പോയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് അധികമായിട്ട് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ആ ഫോൾഡായിട്ട് വരുന്ന സൈഡിൽ നിന്നും ഇതുപോലെ 4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ബെസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ് എടുത്തിട്ടുള്ളത്. അകലം എനിക്കിവിടെ 3.5 ഇഞ്ചാണ് വരുന്നത്. എത്രയാണോ അകലം അതിൻ്റെ പകുതി. ആ 3.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ 4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ താഴെ വരെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി വേസ്റ്റ് വിട്ടും അതുപോലെ തന്നെ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ആ 2 പീസും സെപ്പറേറ്റ് ആക്കി കഴിയുമ്പോൾ 2 പീസുകളും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ പീസ് മാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നിങ്ങൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വിട്ട് 2.25 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഏത് ഷേപ്പാണോ നെക്കിന് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടിലെ പീസ് മാത്രം പിടിച്ച് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഓരോ പീസ് ഞാനിവിടെ എടുത്ത് മാറ്റിയാണ്. ഈ ഒരു സൈഡിൽ നിന്ന് 2 പീസും
സെൻറ്ററിൽ നമുക്ക് ഒറ്റ പീസായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിലെ പീസ് മാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ബാക്കിലെ പീസ് എടുത്ത് മാറ്റി. ഇനി സെൻറ്ററിലെ പീസ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു സൈഡിൽ വരുന്ന പീസ് കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡിലും വയ്ക്കണം. അത് കഴിഞ്ഞ് താഴത്തോട്ട് വരുന്നതും അതുപോലെ തന്നെയാണ്, രണ്ട് സൈഡിലായിട്ട് കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഈ കട്ട് ചെയ്ത സൈഡുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വയ്ക്കാം. ഇനി നമുക്ക് ഈ താഴത്തോട്ട് വരുന്ന പീസില്ലേ, അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് നമ്മുടെ ആ യോക്ക് പീസിൻ്റെ ആ വേസ്റ്റിൻ്റെ ആ ഒരു അളവ് കിട്ടുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്ലേറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, രണ്ട് സൈഡും പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് പീസുകളും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിൽ വരുന്ന പീസും ഇതേപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ, ഇതേപോലെ രണ്ട് പീസുകളും ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് കയറ്റി താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറു സൈഡിലും നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തു കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് സെൻറ്ററിലായിട്ട് വരുന്ന പീസില്ലേ, ആ പീസ് 1 ഇഞ്ച് ഇറങ്ങിയായിരിക്കും നിൽക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിലെ പീസും റെഡിയാക്കി എടുക്കണം കണ്ടോ. ഞാനിവിടെ ബാക്കിലെ പീസും ജോയിൻ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ 2 പീസ് ക്ലോത്ത് എടുക്കാം. കണ്ടോ, ഞാനിവിടെ 2 പീസ് ജോയിൻ്റ് ചെയ്താണ് ഒറ്റ പീസാക്കി എടുത്തിട്ടുള്ളത്, കാരണം ഇച്ചിരി വീതിയുള്ള തുണിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ നെക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ നെക്കിൻ്റെ ഫോൾഡായിട്ട് വരുന്ന സൈഡും ആ ക്ലോത്തിൻ്റെ ഫോൾഡായിട്ട് വരുന്ന സൈഡും ഇതുപോലെ ചേർത്ത് വയ്ക്കണം കണ്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് നെക്ക് ഇങ്ങനെ വലിച്ചൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് അതേ അളവിനെ മാർക്ക് ചെയ്യാം. മുകളിൽ മാത്രം ഒരു 1/4 ഇഞ്ച് കയറി നിൽക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ, നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ കൂടെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. നെക്ക് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ വലിച്ചൊന്നും പിടിക്കല്, കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് അതേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ നെക്കും ഇതുപോലെ കറക്റ്റായിട്ട് നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിൽ തട്ടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് നെക്കിൻ്റെ അരിക് കട്ട് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു നെക്ക് നമുക്ക് അതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്തെ 1/2 ഇഞ്ച് മുകളിലോട്ട് കയറി നിന്നില്ലേ, അപ്പോൾ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം.
നമ്മൾ ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസില്ലേ അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതുപോലെ ബാക്ക് സൈഡ് നിവർത്തിയെടുത്ത ശേഷം ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ പീസ് ഫുള്ളും ബാക്കിലോട്ട് വരുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വലിച്ചു പിടിക്കാതെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ആദ്യം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിന് ഇവിടെ എത്രയാണോ ഉള്ളത് അത്രയും ഞാൻ എടുക്കുകയാണ്. എനിക്കിവിടെ 16.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ 1.5 ഇഞ്ച് സീം അലവൻസ് പോകും. അപ്പോൾ 15 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. വിട്ട് ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് 3.5 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ റൗണ്ട് ഞാനിവിടെ 5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട ശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ് അതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ 2 പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം മറു സൈഡ് അതുപോലെ തന്നെ 2 സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ മറു സൈഡും ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിച്ചു പിടിക്കാതെ ജസ്റ്റ് 2 സൈഡും അരികും ഇതുപോലെ ചേർത്ത് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് 2ൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർത്തിട്ട ശേഷം സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അതേ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെരിച്ച് 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി താഴത്തോട്ട്. അതുപോലെ തന്നെ മറു സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. അത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഇനി ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 3 ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.